ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32:28, ജെനസിസ് ചാപ്റ്റർ 32:28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും നിർണായകമായ സംഭവമാണ് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത്. ഈ 32-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത് യാക്കോബിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. യാക്കോബിന്റെ ജീവിതത്തിന്റെ 2 കാലഘട്ടങ്ങളെ നാം എടുത്താൽ ഈ പറഞ്ഞ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സംഭവത്തോടെയാണ് അത് നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നത്. ഇതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു രാത്രിയിൽ നടന്ന സംഭവം എന്ന നിലയിലാണ് അത് നമ്മൾ വിശദീകരിക്കുന്നത്. എന്നാൽ ആ രാത്രി എന്ന് പറയുന്നത് യാക്കോബിന്റെ ജീവിതത്തെ 2ആയി വേർതിരിച്ച ഒരു രാത്രി. അതിനു മുമ്പുള്ള യാക്കോബും അതിനുശേഷമുള്ള യാക്കോബും വളരെ വ്യത്യസ്തമായ 2 കഥാപാത്രങ്ങളാണ്. ആ നിലയിൽ യാക്കോബിനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാൻ ഇന്നിപ്പോൾ വായിച്ചു കേൾപ്പിച്ച ആ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നത്. അവിടെ ദൈവം യാക്കോബിനോട് പറയുന്ന ഒരു വാക്കാണ് വായിക്കുന്നത്. യാക്കോബ് 16-ാമിൽ നിന്ന് മടങ്ങി വരുന്ന വരവാണ്. വന്ന് യബ്ബോക്ക് എന്ന് പറയുന്ന ഒരു കടവിന്റെ തീരത്തെത്തി. താനിപ്പോൾ ഏകനായിട്ടിരിക്കുക, തനിക്ക് ഉള്ളവരെ എല്ലാം അക്കരെ കിടത്തിൽ തിരിച്ചു വന്ന് ഒറ്റയ്ക്കിരിക്കുക. നീ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആ സംഭവം നമ്മൾ മുഴുവൻ വായിച്ചാൽ വലിയ പ്രതിസന്ധിയിലാണ് യാക്കോബ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലാതെ, അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് അറിയാതെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വന്ന് നിൽക്കുക യാക്കോബ്. പക്ഷെ ആ സമയത്ത് നാം വായിക്കുന്നത് ഒരു പുരുഷൻ അവന്റെ അരികെ ഇറങ്ങി വന്ന് ഉഷസാകുമ്പോഴും അവനോട് മല്ലു പിടിച്ചു. ഒരു പുരുഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ യാക്കോബ് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവകാര്യം വന്നില്ല. അപ്പോൾ ആ സമയത്ത് യാക്കോബിന്റെ ഒരിക്കൽ ഒരു പുരുഷ വേഷത്തിൽ ഇറങ്ങി വന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു സംഭവമാണ്. നമ്മൾ ആ ഭാഗം ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. സ്വന്തം നാട്ടിൽ നിന്ന് ഓടിപ്പോയ അനേക വർഷങ്ങൾ കഴിഞ്ഞ് 16-ാമിൽ നിന്നും മടങ്ങി വരികയാണ്. യബ്ബോക്കിന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ നീ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ പേടിയാണ്. ജ്യേഷ്ഠനെയൊക്കെ കളിപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്തായിരിക്കും ചെന്നാലത്തെ അനുഭവം? തിരികെ പോയാലോ അവിടെയും ചില ചതിവും സൂത്രവും നടത്തി കിട്ടാവുന്നതെല്ലാം അവിടെ എടുത്തോണ്ട് സമ്പാദിച്ചോണ്ട് ഓടി വരുന്നത്. അതുകൊണ്ട് ഏശാവിനെയും ലാബാനെയും എല്ലാം പേടിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഒരു വലിയ പ്രതിസന്ധി. പക്ഷേ ജീവിതത്തിന്റെ ആ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തിൽ ആരും കൂടെ ഇല്ലാതെ യബ്ബോക്കിന്റെ തീരത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്താനും അവനെ ആത്മീയ പാഠം പഠിപ്പിക്കാനും അവനെ രൂപാന്തരപ്പെടുത്താനും സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. അതെങ്ങനെ തന്നെ ഇറങ്ങി വന്നു? ഒരു പുരുഷനായി യാക്കോബ് കടവിന്റെ തീരത്തിരിക്കുമ്പോൾ അവനോട് ഇടപെടാൻ അവനെ പോലൊരു വേഷം എടുത്ത് തന്നെ ഇറങ്ങുന്നു. ഒരു പുരുഷൻ വിശ്വസാകുമ്പോൾ അവനോട് മല്ലു പിടിച്ചു. ഇതാണ് നമ്മുടെ സ്വർഗത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്കടുക്കാവുന്ന നിലയിൽ, നമ്മോട് ഇടപെടാവുന്ന നിലയിൽ, നമ്മെ ആശ്വസിപ്പിക്കാവുന്ന നിലയിൽ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് തിരുവഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ അന്വേഷിക്കൽ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ നിഴലുകൂടിയായി നമുക്കതിനെ കാണാം. ഈ സംഭവത്തിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞ് ഒരു യാക്കോബിനെയല്ല സകല മനുഷ്യവർഗത്തെയും രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ ഒരു പുരുഷന്റെ വേഷമെടുത്ത് ദൈവം ഇറങ്ങി വന്നു, കർത്താവായ യേശു ക്രിസ്തു. ആ വലിയ സംഭവത്തിന്റെ ഒരു നിഴലുകൂടിയായി ഇവിടെ യാക്കോബിന്റെ ഒരിക്കലും ഒരു പുരുഷ വേഷത്തിൽ ഇറങ്ങി വന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ദൈവം ഒരു പുരുഷ വേഷത്തിൽ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല,
യാക്കോബുമായി ഇടപെടുമ്പോൾ ആദ്യം സംഭവിച്ചത് നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ പുരുഷൻ ആ രാത്രി മുഴുവൻ യാക്കോബുമായി 25-ാം വാക്യം 24. അപ്പോൾ ആ പുരുഷൻ ഉഷസാഗോളം അവനോട് മല്ലു പിടിച്ചു. ആ രാത്രി മുഴുവൻ ആ മനുഷ്യൻ ഇറങ്ങി വന്ന്, അല്ലെ ആ പുരുഷൻ ഇറങ്ങി വന്ന്, പുരുഷൻ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദൈവം ഇറങ്ങി വന്ന് യാക്കോബുമായി ഒരു മൽപ്പിടുത്തം നടത്തി. യാക്കോബിന്റെ ഒരിക്കൽ ഇറങ്ങി വന്നൊരു സംഭാഷണത്തോടെയല്ല ആരംഭിക്കുന്നത്. സംഭാഷണം പിന്നീടാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചിന്തിക്കാം, ദൈവം യാക്കോബിനോട് ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി വന്നതെങ്കിൽ യാക്കോബിനെ വിളിച്ച്, നീ എന്തൊക്കെയായി കാണിച്ചിരിക്കുന്നത്? നീ ഇതുവരെ എല്ലാരെയും കളിപ്പിച്ചും സൂത്രക്കാരനായി ഇങ്ങനൊക്കെ പോയതല്ലേ? അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? നീ ഒന്ന് അനുഭവിക്കണ്ടേ? നീ ഒന്ന് ആത്മീയമായി രൂപാന്തരപ്പെടണ്ടേ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പക്ഷെ നമ്മളവിടെ വായിക്കുന്നത്, ദൈവം ഇറങ്ങി വന്നിട്ട് അങ്ങനൊന്നും ഒരു സംഭാഷണം നടത്തി ഒരു ക്ലാസ് എടുത്ത് അവനെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുകയല്ല ചെയ്തത്. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പുരുഷൻ ഉഷസാഗോളം അവനോട് മല്ലു പിടിച്ചു. ദൈവം ഓരോരുത്തരോടും ഇടപെടുന്നത് വ്യത്യസ്തങ്ങളായ വിധങ്ങളിലാണ്. ചിലപ്പോൾ ചിലരോട് ശാന്തമായി അടുത്തു വന്നിരുന്ന് ആശ്വസിപ്പിച്ച് ചില പാഠങ്ങളൊക്കെ പഠിപ്പിച്ചെന്ന് വരാം. എന്നാൽ ഈ യാക്കോബിനെ പോലുള്ളവരെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ എന്ത് വേണമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെതായ വിധങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് തന്റെ പരമ അധികാരത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിലാണ് യാക്കോബിനോട് ഇടപെട്ടത്. ആ പുരുഷനെയും വന്ന് യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തുക. ദൈവത്തിന് അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ടായിരുന്നു. മൽപ്പിടുത്തം നടത്തണം, അവനെ കടി കൊടുക്കണം, അവന്റെ കാലില് മുടന്നു വരുത്തണം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഒരു മൽപ്പിടുത്തം നടത്തിയേ പറ്റൂ. കാരണമുണ്ട്, ഇവർ ഈ സൂത്രം എല്ലാം ചെയ്ത് രക്ഷപ്പെട്ടു നിൽക്കുന്നത് അവരുടെ കാലിന്റെ ബലത്തിൽ. നമ്മളിതിന് മുമ്പുള്ളവരുടെ ചരിത്രം വായിച്ചാൽ അറിയാം, ഓരോ സൂത്രവും കാണിച്ചേച്ച് യാക്കോബ് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് അറിയാമോ? ഞാൻ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കും. 31-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. വേറെ പല ഭാഗത്തുന്നുണ്ട്. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. യാക്കോബ് പോയി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ യാക്കോബ് പോയത് ലാബാൻ അറിയുന്നത്. പക്ഷെ അറിഞ്ഞപ്പോൾ എങ്ങനെ അറിഞ്ഞത്? അവൻ എങ്ങനെ പോയെന്ന് അറിഞ്ഞത് ഓടിപ്പോയി എന്നാണ്. ലാബാനെ കളിപ്പിച്ചിട്ട് അവിടുന്ന് സൂത്രം പ്രയോഗിച്ച് കുറെ സമ്പാദിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. പക്ഷെ പോയത് എങ്ങനെയാണ്? ഓടിപ്പോയി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. അവൻ ആ ഓടാൻ ഉപയോഗിച്ച കാലിന്റെ ബലത്തിൽ ആശ്രയിച്ച രക്ഷപ്പെട്ടുന്നത്. നല്ല ബലമുള്ള നീണ്ട കാലുകൾ വേണമെങ്കിൽ ഓടണമെങ്കിൽ ഓട്ടക്കാർക്ക് ആവശ്യമായ. അപ്പൊ യാക്കോബ് രക്ഷപ്പെട്ടത് മുഴുവൻ ഇതുവരെ എങ്ങനെയാണ്? ദൈവാശ്രയത്തിലല്ല, തന്റെ ബലത്തിലാണ്, തന്റെ കാലിന്റെ ബലത്തിൽ ആശ്രയിച്ച ഇതുവരെ രക്ഷപ്പെട്ടു നിന്നതാണ്. ദൈവത്തിനറിയാം, ഇവരോട് ഇടപെടണമെങ്കിൽ അവനെനിക്ക് ചെന്ന് ശാന്തമായ ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്നേക്കാൾ അധികം എന്തിനാണോ ആശ്രയം വയ്ക്കുന്നത്, അവിടെ ഞാനൊന്ന് തുടങ്ങണം. അത് തുടങ്ങണമെങ്കിൽ ഒരു മൽപ്പിടുത്തം ആവശ്യമാണ്. അങ്ങനെ ദൈവം ഇറങ്ങി വന്ന് അവരുമായിട്ട് മൽപ്പിടുത്തം നടത്തി അവരുടെ കണ്ണിന്റെ തുടയിൽ തൊട്ടു കാലൊടുക്കി. നമ്മളവിടെ വായിച്ചാൽ അറിയാം. പിന്നെ യാക്കോബ് ജീവപര്യന്തം എങ്ങനെ നടന്നിട്ടുള്ളൂ? ഇതിന് മുമ്പ് ഒരു കാര്യം, എന്നാൽ ഓട്ടം കുറച്ച് നടന്നു എന്നല്ല പറയുന്നത്. പിന്നെ എങ്ങനെ നടന്നിട്ടുള്ളൂ? ഞാനതിങ്ങനെ പറയുന്നത്, ഓടി രക്ഷപ്പെട്ട് നടന്ന അവൻ പിന്നെ ചൊവ്വയിട്ട് നടന്നിട്ട് പോലുമില്ല. എങ്ങനെ നടന്നിട്ടുള്ളത്? അതിന്റെ അവസാനം പറയുന്നുണ്ട്, എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ പെരിയൽ കടന്നു പോകാൻ സൂര്യൻ ഉദിച്ചു. തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് പിന്നെ അവൻ എങ്ങനെ നടന്നിട്ടുള്ളൂ? തുടയുടെ ഉളുക്ക് നിമിത്തം മുടന്തി നടന്നു. വന്ന് അവനുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി. അതിലൂടെ യാക്കോബിനെ ഒരു പാഠം പഠിപ്പിക്കുക. ഞാൻ വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും ചിന്തിപ്പിച്ച ചില ആശയങ്ങളാണ് അവിടെ പറയാൻ തുടർന്ന് പോകുന്നത്. അവിടെ ആ മൽപ്പിടുത്തമൊക്കെ നടത്തി കഴിഞ്ഞ് ദൈവം യാക്കോബിനോട് പറയുന്ന ഒരു വാക്കാണ് 28-ാം വാക്യത്തിൽ വായിച്ചത്. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട്. യാക്കോബിനെ കുറിച്ച് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞിരിക്കുക.
അല്ലെ സർട്ടിഫൈ ചെയ്തിരിക്കുക. ഈ മൽപ്പിടുത്തത്തിൽ ആരാ ജയിച്ചത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആരാ ജയിച്ചത്? യാക്കോബ് ഒരു പുരുഷനാണ്, മറുവശത്ത് ഒരു പുരുഷന് വന്നു. ഇവര് തമ്മിൽ ഒരു മൽപ്പിടുത്തം നടത്തി. ഈ രണ്ടുപേരും തമ്മിൽ ഒരു രാത്രി മുഴുവൻ, ഉഷസാഗോളം എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തിയിട്ട് അടി കിട്ടിയതാർക്കാം, മുടന്നു പറ്റിയതാർക്കാം? യാക്കോബിന്. മറ്റേയാൾ ഒരു പരിക്കും പറ്റിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ആ മൽപ്പിടുത്തത്തിൽ ആരാ ജയിച്ചത്? രണ്ടുപേരും നമ്മൾ വഴക്ക് പിടിച്ച് ഒരാൾക്ക് അടികെട്ടി കാലും മുടന്നായി പരിക്കും പറ്റി, മറ്റേയാള് ഒരു കുഴപ്പമില്ലാതെ ക്ഷേമത്തോടെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ ആരെയാണ് ജയിച്ചത്? മറ്റേയാളാണ് ജയിച്ചത് അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തിയ പുരുഷനാണ് ജയിച്ചത്. ആ പുരുഷൻ ദൈവമാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ആ പുരുഷൻ അല്ലെങ്കിൽ ദൈവം യാക്കോബിനോട് പറയുകയാണ്, ഈ മൽപ്പിടുത്തത്തിൽ ആരാ ജയിച്ചത്? ജയിച്ചു എന്ന് നമ്മൾ കരുതുന്നയാൾ തോറ്റയാളിനോട് പറയുകയാണ്, നീ അല്പം ജയിച്ചിരിക്കുന്നത്. അതെന്താ ആ പറയുന്നതിന്റെ അർത്ഥം? അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്താണ് എന്നുള്ളതിന്റെ രഹസ്യം ഇരിക്കുന്നത്. നമ്മളൊക്കെ വിശ്വാസ ജീവിതം വിജയകരമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം, അതിനാവശ്യമായ പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ എന്താ വിശ്വാസ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്? ഇവിടെയാണ് നമുക്ക് ചില പാഠങ്ങൾ ലഭിക്കുന്നത്. ഞാൻ ആ പാഠങ്ങളിൽ ഒന്നാമത്തത് പറയട്ടെ. വിശ്വാസ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മാനുഷിക ദൃഷ്ടിയിൽ കാണുന്ന വിജയമല്ല. മാനുഷിക ദൃഷ്ടിയിൽ കാണുന്ന വിജയമാണെങ്കിൽ ഇവിടെ ആരേ ജയിച്ചിട്ടുള്ളൂ? ആരാ ജയിച്ചിരിക്കുന്നത്? ദൈവമാണ് ജയിച്ചിരിക്കുന്നത്. യാക്കോബ് ഇതുവരെ ഓടി നടന്നവൻ, വളരെ സമ്പാദിച്ചവൻ, ഇനി സമ്പാദിക്കാൻ പറ്റത്തില്ല, ഓടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, പരിക്ക് പറ്റി, അങ്ങനെയുള്ള അവസ്ഥയിൽ മറ്റേയാളാണ് ജയിച്ചത് മാനുഷിക ദൃഷ്ടിയിൽ. പക്ഷേ വിശ്വാസ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മാനുഷിക ദൃഷ്ടിയിൽ കാണുന്ന വിജയം അല്ല. പലപ്പോഴും നമ്മളും അതിലൊക്കെ കരുതുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ അവര് നമ്മെ കുറിച്ച് വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ, അവര് നമ്മെ കുറിച്ച് ആത്മീയമായി നല്ല അനുഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ. മറ്റുള്ളവർ അങ്ങനെ പറയണം, പറയത്തക്ക നിലയിൽ ജീവിക്കണം. എന്നാൽ കേവലം അങ്ങനെ മാനുഷിക ദൃഷ്ടിയിലോ മാനുഷിക വാക്കുകളിലോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള വിജയമല്ല ആത്മീക വിജയം എന്ന് പറയുന്നത്. ധാരാളം ദൃഷ്ടാന്തങ്ങൾ തിരുവഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഞാൻ ഒന്ന് സൂചിപ്പിച്ചോളണം പറഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. ഇയ്യോബിനെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആര് തന്നെയാണ്? ഇയ്യോബിനെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ദൈവം തന്നെയാണ്. ഇവൻ എങ്ങനത്തവനാണെന്നുള്ളതിന് ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഞാൻ പണം പഠിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇയ്യോബിനെ കുറിച്ച് ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. ആരോടും പറയുന്നുണ്ട്? പിശാചിനോടും പറയുന്നുണ്ട്. പിശാച് എന്തെങ്കിലും ദൈവമക്കളെ കുറ്റപ്പെടുത്താൻ നോക്കി നടക്കുന്നവർ, എവിടെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ എടുത്തു പറഞ്ഞ് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി നടക്കുന്നവർ. ആ പിശാചിനോടാ പറയുന്നത് ഇവൻ ഇങ്ങനത്തവനാണ്. അപ്പൊ ഒരളവിൽ പറഞ്ഞാൽ മൗനമായി അല്ലെങ്കിൽ അതിനൊരു ന്യായീകരണം തിരിച്ച് പിശാച് പറയുന്നത്. ആ ന്യായീകരണത്തിലുള്ള പിശാച് പോലും ആർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു? ഇയ്യോബിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഞാൻ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയട്ടെ, ഇയ്യോബിന് ദൈവത്തിൽ നിന്ന് നല്ലൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച കാലഘട്ടത്തിൽ കർത്താവിന് ലഭിച്ച സർട്ടിഫിക്കറ്റിലും ഏറ്റവും പ്രധാനമായ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് അല്ലേ? 2 പ്രാവശ്യം 30 വർഷത്തെ തന്നെ രഹസ്യ ജീവിതത്തെ മുഴുവൻ വിലയിരുത്തിയിട്ട് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിന്റെ ഒടുവിൽ പിതാവ് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കഴിഞ്ഞ് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആ 3-3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതവും പ്രവർത്തനങ്ങൾക്കും ഒടുവിലായി വീണ്ടും അതേ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്
മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളതല്ല. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാവൂ, അത് വേറൊരു കാര്യം. എന്നാൽ ഉള്ളറിയുന്ന, രഹസ്യങ്ങൾ അറിയുന്ന, ജീവിതത്തെ മുഴുവനായിട്ട് അറിയുന്ന ദൈവത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇതാണ് ഇവിടെ യാക്കോബിന് ലഭിച്ചത്. യാക്കോബിന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ദൈവം തന്നെ യാക്കോബിനോട് പറയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചു. എന്നതൊക്കെ വായിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു വിധത്തിലും യാക്കോബ് ജയിച്ചതായിട്ട് അവിടെ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ആദ്യം. കാരണം അടി കിട്ടിയത് മുഴുവൻ യാക്കോബിനാണ്. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അതാണ് വിജയം. അപ്പം ശരിയായ ആത്മീക വിജയം എന്ന് പറയുന്നത് മാനുഷിക ദൃഷ്ടിയിൽ ഉള്ള വിജയമല്ല, ദൈവം സർട്ടിഫിക്കറ്റ് തരത്തക്ക നിലയിലുള്ള ജീവിത വിജയമാണ് ശരിയായ ആത്മീക വിജയം. ഇനി അവിടെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ, നമ്മളൊക്കെ ആത്മീക ജീവിതം നയിക്കുന്നവരാ, വിശ്വാസ ജീവിതം നയിക്കുന്നവരാ, അല്ല ക്രിസ്തീയ ജീവിതം ഈ വചനം അനുസരിച്ചും പ്രമാണിച്ചും മുൻപോട്ട് കൊണ്ടുപോകുന്നവരാ. ഇങ്ങനെ ആത്മീകരായ സ്വഭാവബന്ധത്തിലൊക്കെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നെന്നും ഈ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടെന്നും നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനനുസരിച്ച് ഭൗതികമായ നന്മകളോട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, എന്റെ ജീവിതം വിജയമാണ്. പൊതുവെ നമ്മൾ ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു, അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തരുന്നതാണ്, ദൈവം തരുന്നത് അങ്ങനെ തന്നെ നാം അനുഭവിക്കുകയും അതിന് ദൈവത്തോട് നന്ദിയുള്ളവരും ആയിരിക്കണം എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ തന്നെ പറയുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ചില ഭൗമിക നന്മകൾ എടുത്ത് അതാണ് വിജയം, അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ള ചിന്തയിൽ നമ്മുടെയൊക്കെ സാക്ഷ്യവാക്കുകൾ പോലും വന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, യാക്കോബിന് എന്തോ ഭൗമിക അനുഗ്രഹമാണ് ഈ രാത്രി കിട്ടിയത്. ഈ രാത്രി യാക്കോബിനോട് ഇനി യാക്കോബല്ല ഇസ്രായേൽ ആണ് എന്ന പേര് കൊടുത്തു. പക്ഷേ നമ്മളെ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങനെ ഒരു പേര് കൊടുക്കുന്നതിന് മുമ്പ് യാക്കോബിനോട് ദൈവം പറയുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചു. ഇവിടെ ജയിച്ചെന്ന് പറയണമെങ്കിൽ അതിന് അടയാളമല്ല. ജയിച്ചെന്ന് പറയണമെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ ഭൗമികമായി നല്ലൊരു നിലയിലെത്തണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയും. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിലൊരു വിജയമായിരുന്നു. അന്ന് വളരെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചു. പക്ഷേ ഈ വേർപാട് വിശ്വാസത്തിലേക്കൊക്കെ വന്നതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഒത്തിരി സാമ്പത്തികം കിട്ടി, നല്ല നിലയിലായി, വിജയം എന്നൊരു പക്ഷേ ചിന്തിക്കാം. അങ്ങനെയാണ് ഈ രാത്രി യാക്കോബിനോട് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്ത് നന്മയാണ് അവിടെ കിട്ടിയത്? ഇത് കഴിഞ്ഞവൻ അനുഗ്രഹം കൊടുക്കുന്നത്, ഇസ്രായേൽ എന്ന പേര് കൊടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പറയുക, അതിന് മുമ്പ് തന്നെ പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാക്കുകൂടെ ഇങ്ങനെ ഒന്ന് എടുത്തു പറയട്ടെ. 28-ാം വാക്യം ശ്രദ്ധിക്കുക. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ആ പുതിയ പേര് കൊടുത്തതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജയിച്ചത് കൊണ്ടാണ്, അല്ലേ? അല്ല, പേര് കിട്ടിയത് കൊണ്ടല്ല ജയിച്ചത്. ജയിച്ചത് കൊണ്ടാണ് ദൈവം അവന് ഇസ്രായേൽ എന്ന അനുഗ്രഹം കൊടുത്തത്. ശരിയാ, ഇസ്രായേൽ എന്ന അനുഗ്രഹം അതൊരനുഗ്രഹമാണ്. അതൊരാളിന് കൊടുത്തത്, അത് യാക്കോബിന്. പക്ഷെ പിന്നീട് ഒരു ഗോത്രത്തിനായി, ജാതിക്കായി, രാഷ്ട്രത്തിനായി ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വലിയ ബലമുള്ള ഒരു രാഷ്ട്രമാണ്. പക്ഷെ അതിന്റെ തുടക്കം എന്താണെന്നറിയാമോ? ഞാൻ ഒരു വാക്ക് മാത്രം ഇങ്ങനെ പറയട്ടെ. അതിന്റെ തുടക്കം എന്ന് പറയുന്ന ഒരു മുടന്തോടെയാണ്, അല്ലേ? ഒരു മുടന്തിലാണ് അതിന്റെ തുടക്കം. ആ മുടന്താണ് ഇസ്രായേലിന്റെ ഇന്നത്തെ വിജയം, ഇന്നത്തെ ശക്തി. ലോക രാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ന് ഇസ്രായേലിനുള്ള ശക്തി എന്ന് പറയുന്നത് ഈ മുടന്താണ്. മുടന്തും ഒരു ശക്തിയാണ്. എന്താ കാരണം? ഈ മുടന്ത് ആര് കൊടുത്ത മുടന്താണ്? ദൈവം കൊടുത്ത മുടന്താണ്. ദൈവം കൊടുത്ത മുടന്താണെങ്കിൽ ആ മുടന്തും എന്ത് തന്നെയാണ്? ആ മുടന്തും ബലമാണ്. ദൈവം തൊട്ട് തരുന്നത് എന്തുമായിക്കോട്ടെ, മുടന്തായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, ദൈവം തൊട്ട് തരുന്നത് എന്തോ അത് അനുഗ്രഹവും ബലവുമാണ്. ഇവിടെ യാക്കോബിനെ സംബന്ധിച്ച് ജയിച്ചു എന്ന് പറയണമെങ്കിൽ മാനുഷിക ദൃഷ്ടിയിൽ ഒന്നുമില്ല ജയിച്ചെന്ന് പറയാൻ. ഞാൻ വേറെ രീതി പറയട്ടെ.
ഇതിനു മുമ്പ് സ്വന്തം നാട്ടിൽ വെറും കൈയോടെയാണ് പോയത്. ഇപ്പൊ എങ്ങനെ തിരിച്ചു വരുന്നത്? ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ഭാര്യ തന്നെയല്ല, പിന്നെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, മൃഗസമ്പത്തുണ്ട്, വലിയ ധനികനായിട്ടാണ്. ഇതെല്ലാം എങ്ങനെ സമ്പാദിച്ചേ? ഇതെല്ലാം സമ്പാദിച്ചത് ഓടിയ. ഞാൻ ആ വാക്ക് മാത്രമേ പറയുന്നത്. ചതിവിലൂടെ, സൂത്രത്തിലൂടെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ താൻ ആശ്രയിച്ചത് ഓടി നടന്ന, ഓടി കാലിന്റെ ബലത്തിലാണ് ഇതെല്ലാം സമ്പാദിച്ചു കിട്ടിയത്. പക്ഷെ ഇനി സമ്പാദിക്കാൻ പറ്റുമോ? അതുപോലെ ഈ രാത്രി കഴിഞ്ഞ് ഇനിയും തിരിച്ചു പോയാൽ ഇതുപോലെ ഓടാൻ പറ്റുമോ? ഇല്ല, ഇതുപോലെ ഓടാൻ പറ്റത്തില്ല. ഇതുപോലെ ഇവിടെ നടക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ദൃഷ്ടി യാക്കോബിന്റെ ജീവിതം ആ രാത്രിയോടെ പോയി. യാക്കോബ് എങ്ങനെ നടന്നവനാണ്, എങ്ങനെ സമ്പാദിച്ചു കൂട്ടിയവനാണ്, എന്ത് കാശുണ്ടാക്കിയവനാണ്. പക്ഷെ ഈ രാത്രിയോടെ എന്തോ സംഭവിച്ചു. അവനിനി അതൊന്നും പറ്റാത്ത ഒരവസ്ഥ. പക്ഷെ ആ അവസ്ഥ കണ്ടിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം യാക്കോബോട് പറയുകയാണ്, നീ ജയിച്ചു. നീ ജയിച്ചു എന്ന് ദൈവം യാക്കോബിനോട് പറയണമെങ്കിൽ പറയട്ടെ, ദൈവം നമുക്ക് തരുന്നത് എന്തും ആയിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, കഷ്ടതകളായിക്കോട്ടെ, മുടന്തായിക്കോട്ടെ, ദൈവം നമുക്ക് തരുന്നതാണെങ്കിൽ അത് അതിൽ തന്നെ ഒരു വിജയമായി നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ് ശരിയായ ആത്മീയ പക്വതയിലെത്തി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്ത് എനിക്കിങ്ങനൊക്കെ ഏതൊരു പരാജയമായി പോയത് ആത്മീയമായി. ഇല്ല, ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ദൈവത്തിന് ചില വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ആ ബലത്തെ തന്നെ ലോകത്തിന്റെ മുൻപിൽ വൻ ശക്തി, ആ മുടന്തിനെ തന്നെ ലോകത്തിന്റെ മുൻപിൽ വൻ ശക്തിയായി കാണിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ പദ്ധതി മുടന്തിലൂടെ ശക്തി വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഞാനിങ്ങനെ മാനുഷികമായിട്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകും. മുടന്ത് ഇത്രയും ശക്തിയാണെങ്കിൽ മുടന്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്തായാലും. ആ മുടന്ത് തന്നെ ഇത്രയും ശക്തിയാണെങ്കിൽ അത് മാനുഷികമായ ചിന്തയാണ്. പക്ഷെ പൗലോസ് പറയുന്നത് ആ മുടന്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഇസ്രായേൽ ഒരു പക്ഷേ കാണത്തില്ല. അപ്പൊ ആ മുടന്ത്, ദൈവം തൊട്ടുകൊടുത്ത മുടന്ത്, ദൈവം തൊട്ടുകൊടുത്ത അടി, അത് യാക്കോബിന്റെ വിജയമായി ദൈവിക പദ്ധതികൾ അനേകം നിറവേറ്റപ്പെടുവാൻ അത് കാരണമായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം അല്ല, ആത്മീക വിജയം എന്ന് പറയുന്നത് കേവലം ഇതുവരെ വന്നതിനേക്കാൾ ബലശാലിയാകുക എന്നുള്ളതല്ല, ഇതുവരെ വന്ന് സമ്പാദിച്ചതിനേക്കാൾ സമ്പന്നനാകുക എന്നുള്ളതല്ല. അതെല്ലാം പോകേണ്ടി വന്നാലും ദൈവം ഇടപെട്ടതാണ്. ദൈവവുമായിട്ടൊരു അഭിമുഖത്തിലേക്ക് വന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആത്മീക വിജയം എന്ന് പറയുന്നത്. ആത്മീക വിജയത്തിന്റെ മറ്റൊരു പടിയാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. ഇനിയും അവിടെ പറയുന്നത് വേറൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ. ഇവിടെ ആകെ മൽപ്പിടുത്തം നടക്കുന്നത് എത്ര പേരാണ്? യാക്കോബ് ഇങ്ങനെ തിരിച്ചു വന്ന യബ്ബോക്കിന്റെ തീരത്തിരിക്കുമ്പോൾ അവിടെ നമ്മൾ 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, അപ്പോൾ എത്ര പുരുഷന്മാർ വന്നെന്നാണ്? ഒരു പുരുഷൻ അതിനോട് മല്ലു പിടിച്ചു. ആയിക്കോട്ടെ, നാം ഇപ്പൊ സമ്മതിക്കുന്നു ആ പുരുഷൻ വെറും ഒരു പുരുഷനല്ല, ദൈവമാണ്. അപ്പൊ അവൻ ഈ രാത്രി എത്ര പേരോടെ മൽപിടിത്തം നടത്തിയുള്ളൂ? ഒരു സംശയമില്ല, എത്ര പേരോടെ ഉള്ളു. കാരണം ഇവൻ എല്ലാവരും അക്കരയ്ക്ക് വിട്ടിട്ട് ഇക്കരയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പൊ തനിയെ ഇരിക്കുന്നിടത്ത് ഒരു പുരുഷൻ ഇറങ്ങി വന്ന് ഒരു മൽപ്പിടുത്തം ഇവനുമായിട്ട് രാത്രി മുഴുവൻ നടത്തി. നമ്മുടെ ദൃഷ്ടി തോറ്റു, പക്ഷെ ദൈവം പറയുന്നു ജയിച്ചെന്ന്. ആക്കെ സമ്മതിച്ചു, ജയിച്ചു. അങ്ങനെയാണ് എത്ര പേരോടെ ജയിച്ചിട്ടുള്ളൂ? ഒരാളോട്. പക്ഷെ ദൈവം അവനോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. നീ ദൈവത്തോടും മനുഷ്യനോടുമല്ല, പിന്നെ നീ ദൈവത്തോടും മനുഷ്യരോടും നല്ല പിടിച്ച് ജയിച്ചതുകൊണ്ട് ശരിയാണോ? ദൈവം പറഞ്ഞതായതുകൊണ്ട് അംഗീകരിച്ചു.
ആ രാത്രിയിൽ അവൻ എത്ര പേരോട് മല്ലുപിടിച്ച് ജയിച്ചു? എത്ര പേരോട് മല്ലുപിടിച്ച് ജയിച്ചു? എണ്ണം അറിയത്തില്ല. കാരണം ബഹുവചനത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുക, ദൈവത്തോടും മനുഷ്യരോടും. ആരാണ് മനുഷ്യൻ? ആ രാത്രിയിൽ അവൻ്റെ അരികെ വന്ന് മൽപ്പിടുത്തം നടത്തിയ മനുഷ്യരാരാ? അവരോട് ഇവൻ ജയിച്ചു എന്ന് പറയണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യരാരാ? അങ്ങനെ രാത്രിയിലേക്ക് വന്നു. പക്ഷെ ഇവിടെ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ദൈവം പറഞ്ഞ വാക്കുകൾക്ക് അവിടെ പ്രസക്തിയുണ്ട്. ഇതുവരെ അവരുടെ മൽപ്പിടുത്തം ഒരുപക്ഷെ ഫിസിക്കലി മൽപ്പിടുത്തം നടത്തിയില്ലായിരിക്കും. ഇവന്റെ മൽപ്പിടുത്തവും പോരാട്ടവും മുഴുവൻ ആരാണ്? ഈ രാത്രി എല്ലാവരെയും അക്കരയ്ക്ക് വിട്ടേച്ച് ഇക്കരെ വന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഇവന്റെ മനസ്സിൽ പോരാട്ടമുണ്ട്. അതാരോടാണ്? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആരോടൊക്കെ ആയിരിക്കും? യേശാവിനോടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ചെന്നാൽ ചില സൂത്രമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇക്കരയ്ക്ക് പോരുന്നതിന് മുമ്പ് കുറെ സമ്മാനമൊക്കെ സംഘടിപ്പിച്ച് വേലക്കാരെ കൊടുത്ത് യേശാവിന്റെ അരികിലോട്ടൊന്ന് വിട്ടായിരുന്നു. ഈ പഴയ വൈരാഗ്യം വെച്ചുകൊണ്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി. അപ്പൊ പോരാട്ടം കിടക്കുക, പേടിയാ. യേശാവിനോട് പ്രശ്നമുണ്ട്. യേശാവിനോട് നിരപ്പ് പ്രാപിച്ചിട്ടില്ല. യേശാവുമായി അകൽച്ചയിലാണ്, സഹോദരനുമായി അകൽച്ചയില്ല. അതവിടെ കിടക്കുക. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ആരോടും കൂടെ ഉണ്ട്. ഇപ്പൊ അമ്മാവനോട് മാത്രമല്ല, അമ്മായിപ്പനോട്, അല്ലേ? അമ്മാവൻ പിന്നെ ആരായി? അമ്മായിപ്പനായി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യരോട് പോരാട്ടം, മനുഷ്യരോട് പോരാട്ടമുണ്ട്. അങ്ങോട്ടും പോകാൻ മനുഷ്യോട്ടും പോകാൻ മേല. ആകെ പ്രതിസന്ധി അകപ്പെട്ട് കിടക്കുന്ന ഒരു യാക്കോബ് മനുഷ്യരോട് വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ അവൻ തോറ്റ് കിടക്കുക. ഈ കടവിന്റെ തീരത്ത് ഒരു ധൈര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. പേടിച്ചു നിൽക്കുക. എങ്ങനെ പോകും? പോയ വേലക്കാരൻ ഇനി യേശാവ് മയപ്പെട്ടോന്നും തിരിച്ചു വന്ന റിപ്പോർട്ട് തരണം, എന്നാലേ അങ്ങോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ. പുറകോട്ടോട്ട് പോകാനും മേല, പറയാതെ പോകെ. അറിഞ്ഞത് തന്നെ മയപ്പ് 3 ദിവസം കഴിയുക. അപ്പൊ എന്തുമാത്രം സൂത്രത്തിലൊക്കെയാ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതെന്നറിയാമോ? ഈ പോരാട്ടത്തിന്റെ നടുവിലാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാത്രി അവരുടെ ഒന്നും ഒരിക്കൽ പോയി അത് പരിഹരിച്ചിട്ടില്ല. ആരോടെ പരിഹരിച്ചിട്ടുള്ളൂ? ദൈവത്തോട്. അവിടെ ഒരു വലിയ പാഠം നമ്മെ ദൈവം പഠിപ്പിക്കുക. നമുക്കിവിടെ മറ്റുള്ളവരോടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരിയായ പ്രശ്നം അവരോടല്ല. പിന്നെ ആരോടാണ്? ദൈവത്തോട്. ദൈവത്തോട് നാം ശരിയല്ലാത്തത് കൊണ്ടാണ് മറ്റു സഹോദരന്മാരോട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോട് നാം ശരിയല്ലാത്തത് കൊണ്ടാണ് ചിലരോട് പിണങ്ങിയിരിക്കുന്നത്. ദൈവത്തോട് നാം ശരിയല്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ മറ്റുള്ളവരോട് കൃത്യമായി ഇടപെടാൻ പറ്റാതെ പോകുന്നത്. ദൈവത്തോട് നമുക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് ആത്മീയമായി കൃത്യ കൂട്ടായ്മ അനുഭവിപ്പാൻ ചിലരുമായി കഴിയാതെ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, യാക്കോബെ യേശാവിനോടോ യാക്കോബെ ലാബാനോടോ ആരോടുമായിക്കൊണ്ട് ഉണ്ടെങ്കിൽ നിന്റെ പ്രശ്നം അവരോടല്ല. അത് വെളിപ്പെട്ടത് എങ്ങനെയാണേ ഉള്ളൂ. ഒരു രോഗമുണ്ടെങ്കിൽ അതിന്റെ ചില ലക്ഷണങ്ങളിലൂടെ വെളിപ്പെടുന്നത്. നിനക്ക് ദൈവത്തോട് അകൽച്ചയാണെന്ന് വെളിപ്പെട്ടത് ഇങ്ങനെയാണ്. അത് വെളിപ്പെട്ട ഒരു ലക്ഷണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് വെളിപ്പെടുന്നത് ചില ലക്ഷണങ്ങളിലൂടെയാണ്. ആ ലക്ഷണങ്ങൾ പറയുമ്പോൾ അറിയാവുന്ന വൈദ്യുതി പറയും, അല്ലെ ഡോക്ടർ പറയും, ഇത് ഇന്നതാ പ്രശ്നം. പ്രശ്നം വെളിപ്പെട്ടത് ചിലപ്പം തലവേദനയിലൂടെ ആയിരിക്കും. നിരന്തരമായി ഇങ്ങനൊരു തലവേദന ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത്, അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ സമയത്തെ കുറിച്ചും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഡോക്ടർ പറയും ഇന്നതാ കാരണം. അപ്പൊ വെളിപ്പെട്ടത് തലവേദനയിലൂടെയാണ്, പ്രശ്നം വേറെ എവിടെയായിരിക്കാം. ഒരു സഹോദരനോട് എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ അതൊരു ലക്ഷണം മാത്രം, രോഗം അതല്ല. രോഗം പിന്നെ ആരോടുള്ള അകൽച്ചയാണ്, ആരോടകന്ന് നിൽക്കുന്നത്. ദൈവവുമായുള്ള എന്റെ ബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ് ചിലരോട് എനിക്ക് കിടക്കുക. ദൈവവുമായുള്ള എന്റെ ബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ് ചിലരോട് എനിക്ക് കൃത്യമായിട്ട് ഇടപെടാൻ കഴിയാതെ പോകുന്നത്. അത് യാക്കോബിനെ പഠിപ്പിച്ചു ദൈവം. ആ രാത്രി യേശാവിന്റെ അരികെ പോയില്ല, പിന്നെയാ പോണേ. ആ രാത്രി ലാബാന്റെ അരികെ പോയില്ല. അവരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാ താൻ കഴിച്ചിരിക്കുന്നത്. പക്ഷെ ഈ രാത്രി ദൈവം പഠിപ്പിച്ചു, നീ അവരോട് ജയിച്ചു. എപ്പോഴാണ് നീ അവരോട് ജയിച്ചത്? അവരുടെ അരികെ പോയി നിരന്നിട്ടല്ല അവരോട് ജയിച്ചത്. അത് വേണം, അടുത്ത സ്റ്റെപ്പ്. പക്ഷേ നീ അവരോട് ജയിച്ചത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചപ്പോ.
അങ്ങനെ തന്നെ അവിടെ പറയുന്നത്, ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? അതൊരു പക്ഷേ വെളിപ്പെടുന്ന ചില ലക്ഷണങ്ങൾ അത് അവരോട് മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ചില വിദ്വേഷവും പകയും നിസ്സഹകരണവും ഒക്കെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, യാക്കോബ് ഏശാവിനോടോ ലാബാനോടോ ഉണ്ടെങ്കിൽ, യാക്കോബേ നിന്റെ പ്രശ്നം ശരിക്കും അവരോടല്ല, ദൈവത്തോടാണ്. ഈ രാത്രി ഈ മൽപ്പിടുത്തത്തിൽ നീ ദൈവത്തോട് ജയിച്ചു. ദൈവത്തോട് ജയിച്ചതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യങ്ങൾ ആ ആശയത്തിൽ പറയട്ടെ. നമ്മളൊക്കെ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കാൻ ശ്രമിക്കുന്നതും ഇടവേ ഉള്ളൂ. അവർ തമ്മിലുള്ള പ്രശ്നം അത് തീർക്കാൻ നാം ശ്രമിക്കും. അത് തീർക്കണം, അതിനിടപെടണം, അതിന് വേണ്ട നടപടികൾ എടുക്കണം, അത് തീർക്കണം, ഒക്കെ ശരിയാ. പക്ഷേ കേവലം അതൊന്നും പുറമെ പറഞ്ഞു തീർന്നത് കൊണ്ട് പ്രശ്നം തീരത്തില്ല. പ്രശ്നം തീരണമെങ്കിൽ ആരുമായിട്ട് നിരക്കണം. പ്രശ്നം തീരണമെങ്കിൽ ദൈവസന്നിധിയിൽ തന്നെ നിരപ്പുണ്ടാകണം. പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ദൈവസന്നിധിയിൽ തന്നെ അനുതാപവും പകർച്ചയും ഉണ്ടാകണം. ഇതാണ് യാക്കോബിനുണ്ടായത്. യാക്കോബിനുണ്ടായതിന്റെ കാരണം നമുക്ക് നാടുകളുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ശരിയായ വിജയം എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടും ഉള്ള വിജയമാണ്. ഇനി അവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് നാളുകളാണ്, നിത്യതയിലെ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇവൻ തോറ്റു പോകുന്നവരാണ്. അവനെങ്ങനെ അനുഗ്രഹം കൊടുക്കുന്നത്? അവനത് ജയിക്കേണ്ടത്. ഈ രാത്രി അവർ ജയിച്ചു. ജയിച്ചവർക്കുള്ളതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവം പറയാ, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ആർക്കുള്ളതാ ഇസ്രായേൽ എന്നുള്ള പേര്? തോറ്റ് ജീവിക്കുന്ന യാക്കോബിനുള്ളതല്ല, ആത്മീയമായി പരാജയപ്പെട്ട് നടക്കുന്നവർക്കുള്ളതല്ല ദൈവത്തിന്റെ അനുഗ്രഹം. പിന്നെ ആർക്കുള്ളതാ? ആത്മീയമായി ജയിക്കുന്നവർക്കുള്ളത്. യാക്കോബ് ജയിച്ചപ്പോ യാക്കോബിനോട് പറയാ, ഇത്രയും നാളും നീ സമ്പാദിച്ചു ശരിയാ, ഓടി നടന്നു ശരിയാ, മറ്റുള്ളവരുടെ മുമ്പിൽ വെറും കൈയോടെ പോയി സമ്പന്നനായിട്ട് വന്നു ശരിയാ, പക്ഷേ നീ പരാജയമായിരുന്നു. അതുകൊണ്ട് ശരിക്കുള്ള അനുഗ്രഹം തരാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് രാത്രി നീ ജയിച്ചു തോന്നിയാൽ ഈ അനുഗ്രഹം നിനക്ക് തരുന്നു. പേര് മാറ്റി ഇസ്രായേൽ എന്ന പേര് പറയട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തരാനുള്ളത് ദൈവം നിത്യതയിലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ പരാജയപ്പെട്ട ആത്മീക ജീവിതം നയിച്ചാൽ കിട്ടത്തില്ല. വിജയികൾക്കുള്ള ദൈവത്തിന്റെ അനുഗ്രഹം. ആത്മീകമായി വിജയം നയിക്കുന്നവർക്കാണ് ദൈവം തന്റെ അനുഗ്രഹം നൽകുന്നത്. അതിനുവേണ്ടി ദൈവം കാത്തിരിക്കും. എത്രയോ വർഷമായി യാക്കോബിനെ ഇങ്ങനെ പുറകെ നടക്കുക. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ യാക്കോബിനെ ഒന്ന് ഇത് കിട്ടിയിട്ടൊന്ന് പഠിപ്പിച്ചതൊന്ന് കൊടുക്കാൻ ദൈവം പുറകെ മെനക്കെട്ട് നടന്നത്, അത് തന്നെ ദൈവം എത്ര ക്ഷമയുള്ള ദൈവമാണോ എന്നതിന് തെളിവും. ഇവനിതൊന്ന് കൊടുക്കണമെങ്കിൽ ഇവനൊന്ന് കൈ കിട്ടുന്നില്ല. ഇവൻ സമ്പാദിക്കാൻ ഓടി നടക്കുക. ഇവനെ ഇതൊന്ന് കൊടുക്കണമെങ്കിൽ ഇവനെ ഒറ്റയ്ക്കൊന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഇവനെ ഒറ്റയ്ക്ക് കിട്ടുമോ എന്ന് നോക്കി കാലങ്ങൾ വർഷങ്ങൾ പുറയാൽ നടന്നു. ഇപ്പം ജീവിതത്തിൽ ആദ്യമായി എപ്പോക്കിന്റെ തീരത്ത് ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നു. സമയം പാഴാക്കിയില്ല. സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വന്നു. ആ രാത്രി ഇറങ്ങി വന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ഒരു രാത്രി ഇവനെ കിട്ടുമോ നോക്കി ഇവന്റെ പുറകെ നടക്കുക ദൈവം. അപ്പൊ നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം പുറകെ നടക്കുക. കിട്ടുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? യാക്കോബിന്റെ കുഴപ്പമാണ്. കിട്ടുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. ഇരുന്ന് കൊടുത്താൽ ദൈവസന്നിധി അതൊന്ന് പ്രാപിക്കുന്നതിനുള്ള തടസ്സം മാറ്റിക്കൊടുത്താൽ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തെ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവത്തിലൂടെ നാം കാണുന്നത്. ഇനിയും അവിടെ ആ അനുഗ്രഹത്തെക്കുറിച്ചും ആ വിജയത്തെക്കുറിച്ചും പറയുമ്പോൾ ഞാനിവിടെ നിർത്തുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ വിജയത്തിന്റെ പിന്നിൽ യാക്കോബിന്റെ അനുതാപമുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഈ മൽപ്പിടുത്തമൊക്കെ നടത്തി കഴിഞ്ഞ്
അവിടെ ഒരു വിരോധാഭാസം നാം കാണുന്നു. മൽപ്പിടുത്തം നടത്തി ജയിച്ചു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഈ അടി കിട്ടിയ യാക്കോബും അടിച്ച ഈ പുരുഷനോട് അവിടെ നിൽക്കുമ്പോൾ ഒരടി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പം കിട്ടിയ ആൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്? ഇനിയും കിട്ടാതെ ഓടി രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ഈ കിട്ടിയ യാക്കോബ് എന്താ ചെയ്തത്? അടിച്ച ആളിനെ അങ്ങ് മുറുകെ പിടിച്ചു. അവിടെ എഴുതിയിരിക്കുക, ദൈവം യാക്കോബിനോട് തിരിച്ചു പറയാം, ഇത് നേരം എടുത്തു, ഇനി നീ എന്നെ അങ്ങ് വിട. അതെന്തിനാ ആ ആളിനെ പിന്നെ അങ്ങ് മുറുകെ പിടിച്ചേ? ആ മുറുകെ പിടിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ? അടി കിട്ടിയപ്പോ യാക്കോബിന് മനസ്സിലായി ദൈവം എന്നെ തൊടാൻ തുടങ്ങി. അടി കിട്ടിയപ്പോ യാക്കോബിന് മനസ്സിലായി ദൈവം എന്നെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന്. അടി കിട്ടിയപ്പോ യാക്കോബിന് മനസ്സിലായി ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയെന്ന്. അങ്ങ് മുറുകെ പിടിച്ചിട്ട് തിരിച്ചു പറയുക, ഞാൻ ഇനി വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ തടസ്സം അനുഗ്രഹിച്ചാൽ പോലെ ഒരു തടസ്സവും. എന്താ തടസ്സം? ആ തടസ്സം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചൊക്കെ നിർത്തുക. ആ തടസ്സം എന്ന് പറയുന്നത് ഇത്രയും അടി കൊടുത്ത് പാഠവും പഠിപ്പിച്ചിട്ട് ഇനി അങ്ങ് അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോ ദൈവം പറയാം, ഒരു തടസ്സം. അതെന്താണെന്നറിയാമോ? നിന്റെ പേരെന്താ? നീ നിന്റെ പേര് പറയണം. എന്തുകൊണ്ട് പറയണം? പണ്ട് ഇവിടുന്ന് പോയപ്പോ എന്നാ പറഞ്ഞാ പോയേ? ഇവിടുന്ന് പത്തനാപുരത്തോട്ട് പോയപ്പോ എന്ത് പറഞ്ഞാ പോയെ? അപ്പന്റെ എനിക്ക് ചെന്നാൽ എന്തോ പറഞ്ഞാ പോയെ? അപ്പാ ഞാൻ യേശാവെന്ന് പറഞ്ഞാ പോയത്. പോയിട്ട് വർഷങ്ങൾ വരത് കഴിഞ്ഞു, ഇതുവരെ അപ്പന്റെ അരിക്ക വന്ന് അതിനൊരു സോറി പറഞ്ഞിട്ടില്ല, അതൊന്നും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രാത്രി ദൈവം ചോദിച്ചു, ഒരു തടസ്സവും നീ യേശാവെന്ന് പറഞ്ഞാ പോയത്, പക്ഷെ സമ്മതിക്കണം നീ ആരാണ്. അവൻ തുറന്നു പറഞ്ഞു, യാക്കോബ്. ഇത് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു, അല്ല, ഇനി നീ യാക്കോബല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ആ അനുതാപം, ആ തകർച്ച, ആ ഏറ്റുപറച്ചു, അതാണ് യാക്കോബിന്റെ ജീവിതത്തിലെ വിജയം. അത് കണ്ടിട്ടാ ദൈവം പറയുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും ജയിച്ചതുകൊണ്ട്. പറയട്ടെ, താഴ്മയുള്ള ഹൃദയം, അനുദപിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തെയാണ് ആത്മീയ വിജയത്തിന്റെ അടയാളമായിട്ട് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിന്റെ ജീവിതവും ഈ സംഭവവും നമുക്ക് എന്തെല്ലാം ആത്മീയ പാഠങ്ങൾ നൽകുന്നു. നമുക്കത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വിജയകരമായി ആത്മീയ ജീവിതം നയിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം